സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമായിരിക്കും യൂണിവേഴ്സ് താങ്കൾക്ക് തരുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. പോസ്റ്റ് ടാരോ എന്ന് പറയുന്ന മനോഹരമായ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വായിക്കുന്നത്. ഇതിലെല്ലാം പൂച്ചകളായിരിക്കും, രസകരമാണ്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷൻ എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്ത് ഊർജ്ജമാണ് നമ്മളിലേക്ക് വരുന്നത്. മൂന്നാമത്തെ കാർഡ് എന്തായിരിക്കണം നമ്മുടെ ഇന്നത്തെ ഒരു ഔട്ട്കം എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. എന്താണ് നമ്മുടെ ഇന്നത്തെ സിറ്റുവേഷൻ എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വരുന്നത് 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് സ്വന്തം കാലിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു വനിതയുടെ പടമാണ്. അതായത് ഈ കാർഡ് സാധാരണ വരുമ്പോൾ നമുക്കന്ന് ധനം ആകർഷിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ധനം കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് ഈ കാർഡ് പറയുന്നത്. എന്ത് എനർജി ആയിരിക്കും നമ്മളിലേക്ക് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ 10 ഓഫ് വോൺസ് എന്ന് പറയുന്ന എനർജിയാണ്. 10 ഓഫ് വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരം ചുമന്ന് പോകുന്ന ഒരാളെയാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് ധനം വന്നാലും നമുക്കത് ചിലവാക്കാനും അത് നമുക്ക് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. തീർച്ചയായിട്ടും കുഴപ്പമില്ല. ധനം വന്ന് നമ്മൾ ചിലവാക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് അത് നല്ലൊരു ഇതാണ്. എങ്ങനെ നമുക്കത് ചിലവാക്കണമെന്നോ എന്താണെന്ന് തരുന്നൊരു സന്ദേശം എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന കാർഡാണ്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റ്യൂഷനിൽ ഹൈ ഉള്ള ആൾ, വൈകാരികമായിട്ട് ഹാപ്പി ആയിരിക്കുന്ന ആളെന്നൊക്കെ പറയും. അപ്പോൾ ക്വീൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് മറ്റുള്ളവരോട് വളരെ സ്നേഹത്തിൽ പെരുമാറുന്ന വ്യക്തിയാണ്. നമ്മളൊരു കൗൺസിലർ, ഗൈഡ് എന്നൊക്കെ പറയുന്ന എനർജിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ വളരെ ക്ഷമയോടുകൂടി ചിന്തിച്ച് പ്രവർത്തിച്ച് മറ്റൊരാൾക്ക് എന്താ പറയുക ഒരു സ്നേഹത്തോടു കൂടിയുള്ളൊരു പെരുമാറ്റം താങ്കളെന്നും ഉണ്ടാവണം എന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ ഐ വിഷ് യു എ വെരി ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.